إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم فهم في غفلة معرضون. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെല്ലാം ഒരു വേർപാടിൻ്റെ വേദനയിലാണ്. ഒരു മഹത്തായ അതിഥി നമ്മോട് കൂടെയുണ്ടായിട്ട് പ്രിയമുള്ളവരെ, പുണ്യങ്ങളുടെ വസന്തമായ റമദാൻ അള്ളാഹു എണ്ണി കണക്കാക്കി തന്ന ദിനരാത്രങ്ങൾ യാത്ര പറയാൻ മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുന്നിലുള്ളത്. ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഉടക്കി നിൽക്കേണ്ടുന്ന കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഈ പരിമിതമായ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പ്രധാനമായും രണ്ട് കാര്യം നമ്മളുടെ ചിന്തയിലുണ്ടാവണം. ഒന്ന്, കഴിഞ്ഞുപോയ എൻ്റെ ദിവസങ്ങൾ എങ്ങനെയാണ്? ശഅബാനിൻ്റെ അവസാനത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായി റമദാനിലേക്ക് കടന്നു വന്നവരാണ് നമ്മളൊക്കെ. അതിൻ്റെ തറാവീഹുകളിൽ, ഖിയാമുകളിൽ, നോമ്പിൽ, തിലാവത്തിൽ ഒരുപാട് നിയ്യത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഒരു നാടൻ മനസ്സുകളൊക്കെ ഇനി ഈ റമദാൻ കയ്യിന്ന് പോയി, ഇനി അടുത്ത റമദാൻ ആയിക്കൊള്ളട്ടെ എന്ന ചിന്താഗതി വരുന്നുവെങ്കിൽ അത് പരാജയമാണ്. പള്ളികളിലൂടെ ഉണ്ടായിരുന്ന സഫുകളിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇമാമിൻ്റെ തൊട്ടുപിറകിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കണമെന്ന ശാഠ്യം നമ്മളിൽ നിന്ന് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം, അലസതകൾ എന്നെ പിടികൂടിയിരിക്കും. അവിടുന്ന് പ്രിയമുള്ളവരെ, മണിക്കൂറുകൾ കൂടെ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഒന്ന് പരിശോധിക്കാൻ, ഇനിയൊന്ന് ഉള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്തയോടെ സടകുടഞ്ഞെണീക്കാൻ ഈ സമയങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് നമ്മുടെ മനസ്സുകളിൽ കടന്നു വരേണ്ടത് വരാനിരിക്കുന്ന ദിവസങ്ങൾ എങ്ങനെയാകണമെന്നൊരു തീരുമാനം കൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇത്രയും ദിനരാത്രങ്ങൾ നമ്മളോട് സുബ്ഹാനഹു വ തആല റമദാനിലൂടെ നമ്മളിലേക്കൊരു ലക്ഷ്യമായി പഠിപ്പിച്ചു തന്നതിനെ നമ്മളുടെ ജീവിതങ്ങളിലൂടെ കൊണ്ടുവരാൻ, യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ റമദാൻ കൊണ്ട് നമ്മൾ തഖ്വ നേടിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തറാവീഹാണെങ്കിലും, നോമ്പാണെങ്കിലും, സ്വതഖയാണെങ്കിലും, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളാണെങ്കിലും, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇന്നമാ എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിന് ഹസ്റിന്റെ പ്രയോഗം എന്ന് പറയാം. അതിൻ്റെ ശേഷമുള്ളതിൽ മാത്രം എന്നർത്ഥം വരും. അപ്പോൾ അതാണ് ഇന്നമ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇന്നമ അൻത മുദക്കിർ, തീർച്ചയായും താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ്.
ഇന്നമാ യതഖബ്ബലുല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല സ്വീകരിക്കുന്നത് ഇക്കൂട്ടരിൽ നിന്ന് മാത്രമാണ്. അഥവാ തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കപ്പെടൂ എന്നുണ്ടെങ്കിൽ ഈ റമദാൻ കൊണ്ട് ആ തഖ്വ ആർജിച്ചെടുക്കുന്ന ആളുകളായി നമ്മൾ മാറിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പ് പഠിപ്പിച്ചു തന്നപ്പോൾ അതിന്റെ ലക്ഷ്യമാക്കി നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാനാണ് അല്ലാഹു റമദാനിലെ നോമ്പിനെ നിർബന്ധമാക്കി തന്നത് എന്നാണ്. ആ തഖ്വ നമ്മളിലൂടെ കടന്നു വന്നോ? പ്രിയമുള്ളവർ, അതിന്റെ മാറ്റം അനുഭവപ്പെടാനുള്ളത് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെഞ്ചിലേക്ക് 3 തവണ ചൂണ്ടിയിട്ട് പ്രവാചകൻ പറഞ്ഞു, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മളുടെ മനസ്സ് നന്നാവണം. അലാ ഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി. അത് കേടുവന്നാൽ ബാക്കിയെല്ലാം കേടുവന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നല്ല ഹൃദയത്തിന്റെ, സുരക്ഷിതമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, നാളെ പരലോകത്തിന്റെ അവസ്ഥ പറയുന്നിടത്ത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു സമ്പത്ത് പോലും ഉപകാരപ്പെടാത്ത നാളുകളിലൂടെ ഒരു മക്കളും അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയത്തിന്റെ വക്താക്കളായി കടന്നു വന്നവരാരുണ്ടോ അവര് മാത്രമാണ് അള്ളാഹുവിന്റെ കോടതിയിലൂടെ രക്ഷപ്പെടാനുള്ളവർ. ദുനിയാവിൽ രക്ഷപ്പെടാൻ സമ്പത്ത് കൊണ്ട് നടന്നേക്കാം, സ്വാധീനമുള്ള മക്കളെ കൊണ്ട് നടന്നേക്കാം, പക്ഷേ അവിടെ ഒന്നും അള്ളാന്റെ കോടതിയിൽ വിജയിക്കില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ തഖ്വയുള്ള ഒരു ഹൃദയം. ഇത് റമദാനിലൂടെ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഒരു നോമ്പ് തന്നു, മനസ്സിനെ അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കാൻ, അഴുക്കിൽ നിന്ന് വൃത്തിയാക്കാൻ അല്ലാഹു തആല ആ റമദാനിലൂടെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് പറഞ്ഞു. ഹൃദയത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. അസൂയ ഉണ്ടാവാം, കിബർ ഉണ്ടാവാം, ഹസദ് ഉണ്ടാവാം. ഏത് രോഗങ്ങളാണെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനമാണ്. ഹൃദയത്തിന്റെ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള ശമനമാണ് അള്ളാന്റെ ഖുർആൻ. ഇത് രണ്ടും തന്നിട്ട് എൻ്റെ ശരീരത്തിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ തഴുകി ശുദ്ധിയാക്കാൻ ഒരു തഖ്വ കൊണ്ട് എനിക്ക് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. എങ്ങനെ ഹൃദയത്തിനെ കഴുകാൻ? നിങ്ങൾ ആലോചിച്ചൊക്കെ, റമദാനിലെ നോമ്പ് കൊണ്ട് കളവ് പറയില്ല എന്ന് പറഞ്ഞു, ഏഷണി പാടില്ല എന്ന് പറഞ്ഞു, പരദൂഷണം പാടില്ല എന്ന് പറഞ്ഞു. അതിനുള്ള ട്രെയിനിങ് ഒക്കെ തന്നു. റമദാനിൻ്റെ പകലെ എന്തേ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നത്? നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. നമ്മൾ ജോലി ചെയ്ത ഭക്ഷണം ഉണ്ടായിരുന്നു. അത് കഴിച്ചാൽ ആർക്കും നമ്മളോടൊന്നും പറയാൻ അവകാശമില്ലാത്ത, നമ്മളുടേതെന്ന് നമ്മൾ പറയുന്ന ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ കഴിച്ചില്ല. കാരണം അല്ല പറഞ്ഞു കഴിക്കേണ്ടത്. അങ്ങനെ ഒരു മാസക്കാലം ശീലിച്ച മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുതലിനോട് അത്യാഗ്രഹമുണ്ടാവുന്നത്? അവിടെ തഖ്വ അള്ളാഹു നമ്മളിലൂടെ കൊണ്ടുവന്നു ഇല്ലേ? നമ്മൾ നോക്കി, ആ റമദാനുകളിലൂടെ കളവില്ല, ഏഷണില്ല, ഒന്നുമില്ല. നാവിനെ കൺട്രോൾ ചെയ്തു. ഇങ്ങോട്ട് ചീത്ത വിളിച്ചവനോട് പോലും ക്ഷമയുടെ നെല്ലിപ്പടി കാണേണ്ടി വന്നപ്പോഴും ഞാനൊരു നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ശീലിച്ച മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളിൽ ജനങ്ങളോട് അങ്ങാടികളിലൂടെ വഴക്ക് കൂടുന്നിടത്ത് അവനെ കാണുക വല്ലദീനഹും അനില്ലഹി മുഅ്രിദൂൻ എന്ന് പറഞ്ഞ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന വിശ്വാസിയുടെ ക്വാളിറ്റിയിലേക്ക്, ഒരു മുത്തഖിയിലേക്ക് അള്ളാഹുവിനെ മാറ്റാൻ റമദാനിൽ അള്ളാഹു നമുക്ക് പരിശീലനം തന്നു. റമദാനിൻ്റെ പകലിൽ സ്വന്തം ഇണയോട് താല്പര്യം തോന്നിയാലും
വിട്ടുനിൽക്കുന്ന മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞാൽ അള്ളാഹു വിലക്കിയ സിന പോലുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ ആ മനുഷ്യനെ കാണുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാനാണ്. ആ ലക്ഷ്യത്തിലേക്ക് റമദാനിൻ്റെ സമാപനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന ഒരാത്മപരിശോധനയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു വരേണ്ടത്. മാത്രമല്ല, ഈ റമദാനിലൂടെ കണ്ണീരുകൊണ്ട് ഹൃദയത്തെ ഒന്ന് കഴുകാൻ, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഹൃദയത്തെ ഒന്ന് കഴുകാൻ സാധ്യമായിട്ടുണ്ടോ റമദാനുകളിലൂടെ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. സൂറത്തു അംബിയാഇന്റെ 1-ാമത്തെ ആയത്താണ്. ജനങ്ങളുടെ വിചാരണ അടുത്ത് വന്നിരിക്കുകയാണ്. 1400 സംവത്സരങ്ങൾക്ക് പുറകില് 1-ാം തലമുറയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സഹാബത്ത് അന്നും ഓതിയത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തു വന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഫഹും, അപ്പോൾ അവര് ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അശ്രദ്ധയിലൂടെ മുഴുകി ജീവിക്കുന്നവരായി മനുഷ്യൻ മാറുകയാണ്. നമ്മളുടെ മനസ്സുകളിൽ അല്ലാഹനെ ഓർത്ത് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നരകത്തിന്റെ തീ തൊടാത്ത ഐനും ബകത് മിൻ ഖശ്യത്തില്ല, അല്ലാഹുവിനാലുള്ള ഭയം കാരണം കണ്ണുകൾ കണ്ണുനീരാൽ കുതിർന്നു പോകാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഈമാനെ ചാർജ് ചെയ്യാൻ ഒരു കണ്ണീരിലുള്ള ലൈസോസൈമിന് മൊബൈലിൻ്റെ ബാറ്ററി വരെ ചാർജ് ചെയ്യിക്കാൻ മാത്രമുള്ള പവർ ഉണ്ടാക്കാൻ കഴിയുന്നൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനെ നല്ല പവറിലേക്ക് കൊണ്ടുവരാൻ, അവൻ്റെ ഹൃദയത്തിന് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ആ കണ്ണുനീരെന്തേ നമ്മളിന്ന് വന്നിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങളെ പറ്റി, നല്ല ആളുകളെ പറ്റി അല്ലാഹു പറഞ്ഞ എന്താ? തറാ അഅ്യുനുഹും തഫീളു മിനദ്ദം, കണ്ണുനീരാൽ കണ്ണിങ്ങനെ നിറഞ്ഞൊലിക്കുന്നവരായിട്ട് കാണും. ഇത്രയും ദിവസങ്ങൾ ഉണ്ടായില്ലേ? ആലോചിച്ചിട്ടുണ്ടോ നമ്മളെ? നമ്മുടെ മടക്കത്തിനെ ഓർത്ത് നമ്മൾ കിടന്നു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ആലോചിച്ച് 50-ാം അധ്യായം സൂറത്തു ഖാഫില് അല്ലാഹു പറയാണ്, കണ്ണിന്റെ മറ പോലും അല്ലാഹു നീക്കിക്കളയുന്ന ആ നിമിഷത്തിലെ കണ്ണെത്താ ദൂരത്തിലൂടെ റബ്ബിന്റെ മലായിക്കത്തുകളെ വ്യാപിച്ചു കിടക്കുന്ന റൂഹ് പിടിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് കരയാൻ. كلا إذا بلعت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق كلا വേണ്ടടോ إذا بلعت التراقي റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ وقيل من راق, ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്? ചികിത്സ നടത്താൻ ആരുണ്ട്? അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുന്ന നിമിഷമാണെങ്കിൽ പ്രിയമുള്ളവരെ, വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെ ഓർത്തൊന്ന് കരയാ. കബറിലൂടെ കൊണ്ടുപോയി വെക്കുന്ന ആ ഖബറിന്റെ ആദി ഇടുക്കമുണ്ടല്ലോ, ഓർത്തൊന്ന് കണ്ണൊന്ന് നിറയാ. അന്ന് രാത്രി പള്ളിക്കാട് മുഴുവനും ഇരുട്ട് പരക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ ഖബറിന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ആലോചിക്കാ. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എന്നോട് ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളിലോട് എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് മറുപടി പറയാ. ദീനിനെ പറ്റി എനിക്കൊന്ന് പറയാ. അള്ളാന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് നിലപാട് ഞാൻ സ്വീകരിച്ചു എന്ന് ഖബറിലൂടെ പറയാ. എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹ് എന്ന വേദനയോടുകൂടെ കണ്ണൊന്ന് നിറയാൻ അള്ളാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്ന ആദം സന്തതികളുടെ കാൽപാദങ്ങള് ചലിപ്പിക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിന്റെ ആയുസ് എന്താണ്, ആരോഗ്യം എന്താണ്, അമൽ എന്താണ്,
സമ്പാദ്യം എന്താണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു എന്നോട് ചോദിക്കുമ്പോ റബ്ബേ എൻ്റെ ഒഴിവ് സമയങ്ങൾ ഹറാമിലായിരുന്നു, അള്ളാഹുവിനോട് മനസ്സു തുറന്ന് തൗബ ചെയ്തൊന്ന് കരയാ, സാമ്പത്തികമായ മേഖലയിലെ പരാജയങ്ങളോട് തിരുത്തലുകൾക്കുള്ള ആവശ്യമായ നടപടികളെ സ്വീകരിക്കാൻ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങള്, കത്തിയാളെന്ന നരകമെന്നുള്ളത് തുറക്കപ്പെടുന്ന സാഹചര്യങ്ങളെ ഓർക്കുമ്പോ, അള്ളാന്റെ മുമ്പിൽ വിലപിച്ചു നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർക്കുമ്പോ പ്രിയമുള്ളവരെ ഓർത്തൊന്ന് കരയാൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, അബ്ദുല്ലാ എനിക്കൊന്ന് ഖുർആനൊന്ന് ഓതിത്തരുമോ അബ്ദുല്ലാ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയേ ഈ ഖുർആൻ പോലും അങ്ങേക്ക് അവതീർണമായതാണെങ്കിൽ അങ്ങനെയുള്ള താങ്കൾക്ക് വേണ്ടി ഞാൻ ഓതിത്തരണമോ നബിയേ. മുത്ത് റസൂല് പറയുന്നുണ്ട്, റഅബതി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാ ഓതി ഓതി ഞാൻ ഇതുവരെ എത്തുമ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എൻ്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദ്മുഉ തസീലു മിൻ ഐനിഹി, റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാ. ഏതാണ് ആ ആയത്തെന്നറിയുമോ നിങ്ങൾക്ക്? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദ. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്താണ്. ഓരോ ഉമ്മത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോൾ റസൂലേ അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പിലെ അള്ളാന്റെ മുത്ത് റസൂല് തകർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കണ നേരത്ത് അദ്ദേഹത്തിന്റെ 7 കുത്തിന് 14 മുറിവോടെ രക്തം വാർന്ന് കിടക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അബ്ശിർ ബിബുശ്റ ബിസുഹ്ബത്തി റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് സന്തോഷിക്കാലോ ഉമറെ താങ്കൾക്ക്. താങ്കളുടെ ഭരണത്തെപ്പറ്റി രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുത്ത് റസൂൽ വിട പറയുന്ന സമയത്ത് പോലും അങ്ങയെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഉണ്ട്, ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും പരലോകത്തെ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർഗം ഗ്യാരണ്ടി ഉള്ളവരാണ് അവരൊക്കെ. ഖബർ കാണുമ്പോൾ വല്ലാതെ കരയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സ്വഹീഹുൽ ബുഖാരി. നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ, അവർക്കൊക്കെ ഗ്യാരണ്ടിയാണ്. എന്നിട്ടും പക്ഷെ നമ്മൾ ഒരു ഉറപ്പ് നമ്മുടെ ഇല്ല, ഈ അമല് പോലെ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി നമ്മുടെ കയ്യിലില്ല. എന്നിട്ടും നമ്മളുടെ കണ്ണ് നിറയണില്ലെങ്കിൽ, അള്ളാഹുവിനോട് പറയണമെന്നൊരു മനസ്സ് നമ്മളിലൂടെ കടന്നു വരണില്ലെങ്കിൽ പ്രിയമുള്ളവരെ വലിയ പ്രയാസമല്ലേ? അങ്ങനെ കണ്ണുനീര് കൊണ്ട് നനയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? സാധ്യമായിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ അള്ളാഹിനോട്? നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും തറാവീഹിന് വന്നു, സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കയ്യിലുള്ളത് പലതും ഇട്ടു കൊടുത്തു. ജമാഅത്തിന് പള്ളിക്കെത്തി, ഇത് അള്ളാഹു സ്വീകരിക്കോ? അങ്ങനെ ഒരു ചിന്താഗതിയിൽ മനസ്സ് വന്നിട്ടുണ്ടോ? ഉണ്ടോ? വിരിപ്പ് കച്ചവടക്കാരനായ ഒരു സഹാബി തൻ്റെ വിരിപ്പ് ഇങ്ങനെ നിവർത്തിയിടാൻ, ആ വിരിപ്പ് കച്ചവടം ചെയ്യാനാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്ന ആൾ പറഞ്ഞു, ഇതിന് നീ പറഞ്ഞ വിലൊന്നും ഇതിന് തരാൻ പറ്റൂല, ഇന്ന ന്യൂനതകളൊക്കെ ഈ പുതപ്പിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. സ്വഹാബത്തല്ലേ സാഹോദര്യ ബുദ്ധി, കരയണ്ട, അതിൻ്റെ വില നൽകാന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, നാളെ അള്ളാൻ്റെ കോടതിയിൽ എൻ്റെ അമലുകളെ നിവർത്തിയിടുമ്പോൾ അതിനൊരു പോരായ്മയുണ്ടെന്ന് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞാൽ ഞാനത് എവിടെ പോയി കൊണ്ടുവരുമെന്ന വേദനയിലാണ് ഞാൻ കരഞ്ഞതെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ അമലുകൾ എനിക്ക് വേണ്ട, വജഹ സ്വാഹിബിഹ, കൊണ്ടുവന്നവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഒരിക്കലെങ്കിലും പറയാൻ റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന തഖബ്ബൽ മിന്ന وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم.
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ റബ്ബിന്റെ കഅബാലയത്തിന് പണി തുടങ്ങുമ്പോൾ അല്ല പറഞ്ഞിട്ട് അല്ലാഹനെ പൂർണ്ണമായി അനുസരിച്ചിട്ട് പോലും അവര് പറഞ്ഞു റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. കൊണ്ടുവന്നവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് ആഖിറത്തിലൂടെ പറയപ്പെടേണ്ട സാഹചര്യം ഈ ഇബാദത്തിന് വന്നു പോയാലല്ലാ. അങ്ങനെ റബ്ബിനോടൊന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ കരുതിയതാണ്. പല ഹദീസുകളിലും ഇപ്പൊ റമദാന്റെ തൊട്ടു മുമ്പ് ചങ്ങരംകുളത്തെ തഖ്വ പള്ളിയിൽ നടത്തിയ 3 ഖുത്ബകൾ നമ്മുടെ അമലല്ല തള്ളപ്പെടുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. അതിൽ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഹൃദയത്തിൽ നമ്മൾ വല്ലാതെ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പല ഹദീസിലും കാണാം ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം. വ്യത്യസ്തമായ സനദുകളിൽ വ്യത്യസ്തമായ കണ്ടന്റുകളിലൊക്കെ മത്തനുകളിലൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്. അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത, അള്ളാഹു സംസാരിക്കാത്ത, സംസ്കരിക്കാത്ത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഞാനൊരു സാധാരണക്കാരനെ പറ്റിയിട്ടാട്ടോ പറയണേ. 2 വർഷം ഒക്കെ ജോലി ചെയ്തിട്ട് അവസാനം കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ തൻ്റെ കട്ടിലിൻ്റെ താഴൊരു പെട്ടി വെച്ച് കിട്ടുന്നതൊക്കെ അതിൽ കൊണ്ടുവന്ന് സമാഹരിച്ചിട്ട് നാട്ടിലേക്ക് പോണ ദിവസം ലേബർ ഏരിയയിലൊക്കെ പോയാൽ കലണ്ടറിൽ പല ആളുകളും പല രൂപത്തിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. കാരണം 8 ആളും 10 ആളും 12 ആളുള്ള റൂമിൽ ഓരോരുത്തർ നാട്ടിൽ പോകേണ്ട ദിവസം ഇങ്ങനെ ഇനി ഇത്ര ദിവസമൊക്കെ കണക്കൂട്ടി ഇങ്ങനെ വെച്ച് സമാഹരിച്ച് നാട്ടിലേക്ക് വരണതിൻ്റെ തലേ ദിവസം വലിയൊരു സന്തോഷം തന്നെയാണ്. പെട്ടി കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ചടങ്ങ് പോലൊക്കെയാണ് കൊണ്ടു നടക്കവരെ. ഓക്കെ, നാട്ടിലേക്ക് വിളിച്ചറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം വരുന്ന ഏപ്രിൽ 7-ാം തീയതി ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ എത്തും, പെരുന്നാളിനുണ്ടാകും എന്ന് പറഞ്ഞ് മക്കൾക്കുള്ള ഡ്രസ്സ്, ഉമ്മാക്കുള്ള ഡ്രസ്സ്, എല്ലാ വിഭവങ്ങളും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ മക്കൾക്ക് കൊടുക്കുന്ന ടോയ്സ് കൊണ്ട് നമ്മളാരും കളിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് മക്കൾ സന്തോഷിക്കുമ്പോൾ ഹൃദയത്തിൽ വരുന്ന ആനന്ദം എല്ലാം സമാഹരിച്ച് അയാളുടെ ഭക്ഷണവും അയാളുടെ ജീവിതമൊക്കെ ത്യജിച്ചിട്ടാണ് അയാൾ ഇതൊക്കെ സ്വരൂപിച്ചിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നാടിൻ്റെ തെങ്ങിൻ്റെ തലപ്പ് കാണുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ മനസ്സിലൊരു സന്തോഷമുണ്ട് ഇല്ലേ? എയർപോർട്ടിലെത്തി എമിഗ്രേഷൻ ഓടി വന്ന് ബാഗേജ് ക്ലിയറൻസും കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇയാളുടെ മനസ്സിലെ പ്രതീക്ഷ എന്താണ്? എന്നെ കൈനീട്ടി സ്വീകരിക്കാൻ എൻ്റെ മക്കളുണ്ടാവും, എൻ്റെ ഭാര്യ ഉണ്ടാവും. പ്രിയമുള്ളവർ പുറത്ത് വന്നപ്പോൾ ഒരാളെ അവിടെ ഒരാളെയും കാണില്ല. മനസ്സിലൊരു സങ്കടം തോന്നിയില്ലേ? വിഷമം തോന്നിയില്ലേ? എൻ്റെ 4-5 മണിക്കൂർ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രയാസം വന്നതായിരിക്കാം. ഒരു എയർപോർട്ട് ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ സ്വന്തം ഭാര്യ ഡോറ് തുറന്ന് ഒന്നും മിണ്ടാതെ തിരിച്ചു പോയാൽ ഹൃദയത്തിൽ നല്ല വേദന വന്നില്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടത്? ഭൗതികമായി വന്നിടത്തേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ മനസ്സ് മോഹിക്കുന്നുവെങ്കിൽ നമസ്കാരമായി സ്വതക്കയായി ഖിയാമുൽ ലൈൽ തിലാവത്തുൽ ഖുർആനായി സ്വതക്കയായി ഇതൊക്കെ ചെയ്തു എന്ന സംതൃപ്തി നമ്മൾ പോകുമ്പോൾ എൻ്റെ റബ്ബ് സ്വീകരിച്ചോ ഇല്ലയോ? അള്ളാഹു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്താണ്? അതുകൊണ്ട് വേണ്ട എന്ന് പറയാൻ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞോ ഇതൊക്കെ വിട്ടു നിൽക്കാൻ ഇനിയുമുള്ള മണിക്കൂറുകളെ ഉപയോഗപ്പെടുത്തിയിട്ടൊന്ന് പറയാൻ മനസ്സിരുത്തി അള്ളാഹിനോട് പറയാൻ, അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. മുമ്പാവട്ടെ ഖുർആനാവട്ടെ സാക്ഷി പറയുമ്പോ ആ 2 ശുപാർശയും അള്ളാഹു സ്വീകരിക്കുമെന്ന മഹത്തായ ഒരു മാസത്തില് ഏറ്റവും മഹത്തായ അതിഥി അള്ളാഹു തന്നിട്ട് മനസാക്ഷിയോട് ചോദിക്കാൻ ഹാസിബോ അൻഫുസകും ഖബല അൻ തുഹാസബൂ, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യാൻ ഈ ഖുർആൻ എനിക്ക് അനുകൂലമായി റബ്ബിനോട് സാക്ഷി പറയുമോ? എത്ര ഉറക്കം പോയിട്ടുണ്ട്, എത്ര ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക്. സ്വഹാബ 3 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്തപ്പോ നോമ്പ് 27 നമ്മൾ തീരാൻ പോവാൻ അല്ലേ? ഇനി 2 ദിവസമോ 3 ദിവസമോ കാത്തിരിക്കുന്ന അത്രയും സമയം ഒരു തവണയെങ്കിലും ഖത്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് പറയുമെന്ന ഒരു പ്രതീക്ഷ നമ്മളിലുണ്ടോ? ഉപയോഗപ്പെടുത്തിയോ അതിഥിയെ? ഇതൊക്കെ ഇനി കഴിഞ്ഞു എന്നുള്ള സങ്കടപ്പെടലിരിക്കാനല്ല, നഷ്ടങ്ങളെ നികത്താൻ മണിക്കൂറുകളിൽ ആവേശം കാണാൻ നല്ല ക്ഷമ വേണം. ഇബാദത്തുകൾക്ക് ക്ഷമയില്ലാതെ നടക്കില്ല. അതുകൊണ്ടാണ് ഖുർആൻ കയ്യിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും
നമുക്കൊരുപാട് തിരക്കുണ്ടാവും. നേരെ മറിച്ച് അതേ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ പള്ളിയുടെ വരാന്തയിലോ എവിടെയെങ്കിലും മൊബൈലിൽ തോണ്ടി എത്ര മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നതും നമ്മൾ അറിയണില്ല. ക്ഷമയില്ലാതെ ഒരു ഇബാദത്ത് നടക്കില്ല. അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്താൻ ഈ അവസാന സമയങ്ങളൊക്കെ മാക്സിമം നമ്മളൊക്കെ പെരുന്നാളിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് എന്നുള്ള റമദാൻ കഴിഞ്ഞ ഒരു മനസ്സ് നമ്മളിൽ പലരിലും ഉള്ളത്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹ്ക്ക് ഇഷ്ടം പള്ളികളോടാണ്, വെറുപ്പ് അങ്ങാടികളോടാണ്, വെറുപ്പ് അങ്ങാടികളോടാണ്. അങ്ങാടിയിലൊരു വിശ്വാസിക്കുള്ള കടമ എന്താണ്? അവൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് പോവുക, കാര്യം നിർവഹിക്കുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. ബാക്കി സമയം പള്ളിയിലാണ്. നമ്മൾ ഈ സമയങ്ങളെ വിശുദ്ധ ഖുർആൻ എന്ന അതിഥിയെ ഏത് രീതിയിലൂടെ യാത്രയാക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ ആലോചിച്ച് നമുക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? അതുപോലെ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിലൂടെ സ്വതക്ക ചെയ്യാൻ, ചെലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ പറയേണ്ട ആളുകളുണ്ട് സ്വതക്ക ചെയ്യണോട്ടോ എന്ന് പറയാൻ. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഖത്തീബുമാരാണെങ്കിൽ ഉസ്താദുമാർ, അവർ പറയേണ്ട ആൾക്കാർ, സംഘാടകരെ പിരിക്കേണ്ട ആൾക്കാർ, കൊടുക്കേണ്ട ആളുകൾ, സ്വതാക്കൾ, അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും കൊടുക്കാം. അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ആ റസൂൽ കൊടുത്തത് എന്നൊക്കെ ജിബ്രീലിനെ കാണുന്നൊക്കെ സ്വതക്ക ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഹദീസിൻ്റെ അവസാനത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിക്കുന്നത് മിനരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെ, അടിച്ചു വീശുന്ന കാറ്റ് പോലെ. നമ്മളോട് നമ്മൾ ചോദിക്ക്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലേ? അല്ലാഹുവിൻ്റെ മുത്ത് റസൂൽ എവിടെ പറയുന്ന സാഹചര്യം വരെ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ റസൂലുള്ളയാണ് അവസാന സമയങ്ങളിൽ പടയെങ്കി പോലും ജൂതന്റെ കയ്യിലെ പണയത്തിലാണെങ്കിൽ ആ റസൂലുള്ളയാണ് അടിച്ചു വീശുന്ന കാറ്റ് പോലെ സ്വതക്ക ചെയ്യുന്നത്. അവിടുന്ന് സ്വഹാബ പറയാ, 3 ഹിലാലുകളെ, മാസപ്പിറവികളെ ഞങ്ങൾ കണ്ടു, പക്ഷേ റസൂലുള്ളാന്റെ വീട്ടിൽ നിന്നൊരു പുക ഉയരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. വേവിച്ച ഭക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകന്റെ കൂടെ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇരുട്ടത്ത് തപ്പി നടന്നിരുന്നു എന്ന അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ടുമ്മ, ഒരു വിളക്കെങ്കിലും നിങ്ങൾക്ക് കത്തിച്ചു വെക്കാമായിരുന്നില്ലേ? ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നു എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഈ പറയണ ഞാനോ ഈ കേൾക്കുന്ന നിങ്ങളോ ഇതിൻ്റെ 7 അയലത്ത് പോലും അനുഭവിച്ചിട്ടില്ല. ഇല്ല. ആ റസൂലാണ് അടിച്ചു വീശുന്ന കാറ്റ് പോലെ സ്വതക്ക ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചൊക്കെ, ഞാൻ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കാൻ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊരു ധാരണ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു വരണം. അതുപോലെ ഈ റമദാൻ സമാപിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി, വരുന്ന കാലഘട്ടത്തിന് വേണ്ടി ഞാനിനി എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം, ഒന്നും ചെയ്യാതിരിക്കലാണല്ലോ തഖ്വ എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ റമദാൻ കഴിഞ്ഞാൽ പലതും അങ്ങോട്ട് സ്റ്റോപ്പായി നിന്നുപോയി എന്നുള്ളതല്ലേ. നിങ്ങൾ നോക്കി, ഉലമാക്കൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും റമദാനീയങ്ങളാവരുത്. എന്താ? റമദാനിൽ ആളുകൾ ഒഴുകുമ്പോൾ അതേപോലെ ഒഴുകുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറരുത്. റബ്ബാനീയങ്ങളാവണം, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാവണം. അത് അവസാനിക്കണില്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിന്റെ മരണം നിന്നിലൂടെ കടന്നു വരുന്നത് വരെ, മരണമെന്ന് സംഭവിക്കുന്നുവോ ആ സാഹചര്യം വരെയും അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്തിലൂടെ മുഴുകാൻ എത്ര ഇബാദത്ത് ചെയ്യാൻ കഴിയോ? റമദാൻ ഒന്നിനൊരു സമാപനമല്ലല്ലോ. ഇതിൽ കിട്ടിയ ഒരു ആർജവമാണ് ഇനി ജീവിക്കാനുള്ള പ്രചോദനം നമുക്ക് വേണ്ടി നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പം കിട്ടിയിട്ടുള്ള ഒരാവേശമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ നോക്കി, അത്താഴത്തിൻ്റെ സമയങ്ങളിൽ എണീറ്റ് ശീലിച്ച ആളുകളാണ്. ഇനിയും എണീക്കണം ഇൻഷാ അല്ലാഹ്. ഈ റമദാൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു 6 ദിവസത്തെ നോമ്പ് നമുക്ക് കിട്ടും. ഷവ്വാലിലെ 6 നോമ്പ് കൂടെ കിട്ടിയാൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലി ലഭിക്കാം.
റമദാനിൽ നോമ്പുണ്ട്, അതിനോട് തുടർച്ചയായി 6 ദിവസത്തെ നോമ്പ് കൂടെ കിട്ടിയാൽ അത് പാഴാക്കാനുള്ളതല്ല, ഇനിയും അത്താഴങ്ങൾ ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു കുട്ടീനെ കൈപിടിച്ച് നടത്തിക്കുന്ന പോലെ ഒരു ഇമാമിന്റെ കീഴിൽ തറാവിഹ് ശീലിച്ചവരല്ലേ, അത്താഴ സമയങ്ങളിൽ എണീക്കുമ്പോൾ ഒരു തഹജ്ജുദെങ്കിലും ഒരു 3 റക്അത്ത് എന്താണോ പതിവായിട്ട് ചെയ്യാൻ കഴിയുക അത് നമ്മളുടെ ജീവിതത്തിലെ തുടർച്ചയായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല ആ സമയമല്ലേ യൻസിലു റബ്ബുന തബാറക വ തആല, അല്ലാഹു തആല ഇറങ്ങി വരും, 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയം. അള്ളാഹിനോടൊന്ന് ചോദിക്കാൻ, അള്ളാഹുവിനോടൊന്ന് പറയാൻ, ആരുണ്ടെന്നോട് ചോദിക്കാൻ അവന് ഞാൻ ഉത്തരം നൽകാ, ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ അവന് ഞാൻ പൊറുച്ചു കൊടുക്കാമെന്ന് അല്ലാഹു പറയുന്ന 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരുന്ന രാത്രിയുടെ അവസാന 1/3 റമദാനോടുകൂടെ സമാപനം കുറിക്കാനല്ല, റമദാനിലൂടെ ബാക്കിയുള്ള ദിവസങ്ങളും റബ്ബിനോട് പറയാ, അത് കഴിഞ്ഞുള്ള നിമിഷങ്ങളും അല്ലാഹുവിനോട് പറയാൻ. ആ സമയം അവസാന സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കാ, റമദാനിന്റെ ചൈതന്യങ്ങളോട് നിലനിർത്തി കൊണ്ടുപോകാൻ. പക്ഷേ അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാവുന്ന കാര്യങ്ങളില്ലേ, അതിൽ നിന്നൊക്കെ അങ്ങോട്ട് വിട്ടു നിൽക്കുക. തഖ്വ ഉണ്ടാക്കുക റമദാനിൽ എന്ന് പറഞ്ഞാൽ എന്ത്? തഖ്വ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൽ കാണാം. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉബയ്യേ മത്തഖ്വ, എന്തിനാണ് തഖ്വ എന്ന് പറയുന്നത്? അപ്പോൾ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയേണ്ട, അമീറുൽ മുഅ്മിനീൻ. അപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കി, അന്ന് ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കാൻ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മദീനയുടെ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് പറഞ്ഞു, മദീനയുടെ അവിടുന്ന് സ്വർഗത്തിന്റെ മനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ മധുരമായ ശബ്ദങ്ങൾ കേട്ടിരുന്ന കാതുകളുണ്ട്. ഒരുപാട് ദിക്റുകളായി തിലാവത്തുകളായി തത്തിക്കളിച്ചിരുന്ന നാവുകള് ഒരു ഹറാമിന്റെ മേഖലയിലൂടെ കൊണ്ടുപോകല്ലേ, ഹറാമിന്റെ മേഖലകളിലൂടെ കൊണ്ടുപോകല്ലേ. 16-ാം അധ്യായത്തിന്റെ 92-ാമത്തെ ആയത്തിലൂടെ കാണാ ഒരു വിഡ്ഢിയായ സ്ത്രീയുടെ ഉദാഹരണം അല്ലാഹു പറഞ്ഞിട്ട് പറയാണ്, വലാ തകൂനൂ കല്ലതീ നഖലത് ഉസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. ദൃഢമായി നൂൽനൂറ്റതിന്റെ ശേഷം അതിന്റെ ഇഴകളെ മുഴുവൻ വേർതിരിച്ചു കളഞ്ഞ ഒരു വിഡ്ഢിയായ സ്ത്രീയെ പോലെ നിങ്ങളാകല്ലേ, ഒരു വിഡ്ഢിയായ സ്ത്രീയെ പോലെ നിങ്ങളാവല്ലേ. ദൃഢമായി നൂൽനൂറ്റ് ഒരുപാട് നൂലുകൾ അടക്കി വെച്ച് കഷ്ടപ്പെട്ട് നെയ്തൊരു വസ്ത്രമാക്കി ആ വസ്ത്രത്തിന്റെ ഇടയിൽ നിന്ന് വീണ്ടും നൂലിങ്ങ് പറിച്ചെടുത്താലോ അതൊരു ഉപകാരമില്ലാത്ത രീതിയിൽ എല്ലാം പാഴായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആ നൂല് പോലും ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു ആയത്തിന്റെ അവസാനങ്ങളിലൂടെ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ആ മലവെള്ളം ഒന്നടിഞ്ഞു പോകുമ്പോ നുരകള് മുഴുവനും പതഞ്ഞ മുരകള് മുഴുവനും അവിടെ തീരുകയാണ്, എല്ലാം നാമാവശേഷമായി മാറുകയാണ്. അമ്മാമായും എന്നാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളത് മണ്ണിൽ അത് തങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാല് ഒരു ഒഴുക്കിൽ നൊരയും പതയൊക്കെ വന്നു, പക്ഷെ ആ വെള്ളം അടങ്ങിയപ്പോൾ നൊരയും പതയൊക്കെ പോയി. പക്ഷെ അതിൻ്റെ കൂടെ ഒഴുകി വന്ന വിത്തുകളുണ്ട്, ആ വിത്ത് മണ്ണിൽ തങ്ങി നിന്നു, ആ വിത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു. നമ്മളും ആലോചിക്കേണ്ടത്, ആൾക്കാരൊക്കെ റമദാനിൽ നോമ്പെടുത്തപ്പോൾ നമ്മളും ആ ഒഴുക്കിലൂടെ നീന്തി. ആളുകൾ തറാവീഹിന് പോയപ്പോൾ നമ്മളും പോയി. ആളുകളൊക്കെ സ്വതക്കൊക്കെ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടപ്പോൾ നമ്മളും ഇട്ടുകൊടുത്തു, അതിൻ്റെ കൂടെ ഒഴുകിയിട്ടുണ്ട്. പക്ഷേ ഒരു നുരകളായിട്ട് നമ്മൾ മാറരുത്, വെറും ഉപകാരമില്ലാത്ത ചണ്ടികളായി നമ്മൾ മാറരുത്. ആ മലവെള്ളപ്പാസിലിൽ ഒഴുകി വന്ന വിത്തുകളെ പോലെ അതിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോ ആ റമദാനിലൂടെ കിട്ടിയ ചൈതന്യം നമ്മളുടെ കയ്യിലുണ്ട്. ആ ഉപകാരമുള്ള വിത്തുകളെ പോലെ
സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ആളുകളെ പോലെ മാറാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കാതലായ ഒരു വിഷയം കൂടെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് ബഹുമാന്യനായ ഹാരിസ് മൗലവിയുടെയും പിന്നീട് ശിഹാബ് അടക്കരയുടെയും സംസാരം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, റമദാനിൻ്റെ സമാപനത്തിൽ നമ്മുടെ മനസ്സുകളെ പിടിച്ചുരുത്തേണ്ടുന്ന ഏറ്റവും കാതലായ ഒരു വിഷയമെന്ന് പറയുന്നത് മദീനയുടെ മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ കാൽപാദമൂന്നിയ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആമീൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയണ്ടായി. റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമതും അല്ലാഹുവിന്റെ ഹബീബ് ആമീൻ എന്ന് പറയുകയാണ്. മൂന്നാമതും അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. ഫലമ്മാ ഫരിആ റസൂലുള്ളാഹിന്റെ ഖുത്ബയിൽ ഒരു മനുഷ്യനും തൊലയട്ടെ, നാശമടയട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് വരെ കാണാ. ആരാണെന്നറിയോ? റമദാനിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തിട്ട് പോലും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യനുണ്ടോ? പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യനുണ്ടോ? റമദാന് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ഷഹീദിന്റെ മേലെ ദറജ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം അല്ലാഹു നൽകുന്നുണ്ടെങ്കിൽ, ആ റമദാന് പരാജയപ്പെടുത്തിയതായ മനുഷ്യനുണ്ടെങ്കിൽ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ, പ്രിയമുള്ളവരെ, ശഅബാനിന്റെ അവസാനങ്ങളിലൂടെ നമ്മളിലുള്ള പാപങ്ങളിൽ നിന്ന് ഈ റമദാൻ വിട പറയുമ്പോൾ മാറ്റമില്ലാതെ നിലകൊള്ളുന്ന മനുഷ്യരുണ്ടോ? അവര് നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ ദുആ ചെയ്തത് ജിബ്രീലാണ്. ആമീന ജിബ്രീലിന്റെ ദുആഇനോട് യോജിച്ചു വന്ന ആമീൻ ആരുടേതാ? അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ നടക്കുന്നത് മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറാണെങ്കിലോ എൻ്റെ പ്രിയമുള്ളവരെ 100% ഉറപ്പാ, റമദാനിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നാശമടയുമെന്നാണ്. ഈ ഒരു ഷിഫ കൺവെൻഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പ്രിയമുള്ളവരെ, ഇനിയുള്ള മണിക്കൂറുകള് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തേണ്ടുന്നത് എൻ്റെ പാപം ബാക്കിയുണ്ടോ? അല്ലാഹ്, റമദാനിലൂടെ നോമ്പുണ്ടോ? പാപങ്ങളെ പൊറുത്തു തരാൻ അല്ലാഹു അവസരങ്ങളെ തന്നില്ലയോ? മൻ സാമ റമദാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുക്ക് വേണ്ടി നല്ല ഉദ്ദേശത്തോടെ പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിച്ച് വിശ്വാസത്തിന്റെ തൗഹീദിലെ കളങ്കമില്ലാത്ത രീതികളിലോട് നോമ്പെടുക്കുന്നവരുണ്ടോ? പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ഉപയോഗിച്ച പ്രയോഗം പോലും പാസ്റ്റ് ടെൻസ് ആണ്, 100% ഉറപ്പാണ് എന്ന് അല്ലാഹു ഗ്യാരണ്ടി തന്നിട്ട് പോലും പാപം ബാക്കിയുണ്ടെങ്കിലോ അതിന്റെ അന്ത്യാമങ്ങൾ അല്ലാഹുക്ക് വേണ്ടി ഒന്ന് നമസ്കരിക്കുമ്പോ അവിടെയും നിങ്ങൾക്ക് പാപങ്ങളെ പുറത്തു തരാ. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബാ. റമദാനിലൂടെ നിന്ന് നമസ്കരിക്കാനുള്ള മനസ്സുണ്ടോ? അല്ലാഹു പാപങ്ങളെ പുറത്തു തരാമെന്ന് പറഞ്ഞിട്ടും ഇനിയും പാപം നമ്മളിലൂടെ ബാക്കിയുണ്ടെങ്കിലോ അതിന്റെ അവസാന പത്തിലെ മനോഹരമായൊരു രാത്രി ഇല്ലയോ? ഒരു ആയുസ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത പുണ്യങ്ങളോ ഒരു ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ രാവുകളിൽ അന്ന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ ലൈലത്തുൽ ഖദറിലൂടെ നിസ്കരിച്ചാൽ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരാമെന്ന് വാക്ക് തന്നതാണ്. എന്നിട്ടും പാപം ബാക്കിയുണ്ടോ? തെറ്റിന്റെ പിറകെ നന്മ നിങ്ങൾ അധികരിപ്പിക്കാൻ കഴിയോ? ഇനിയും നിങ്ങൾക്ക് പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ഉലമാക്കൾ ഈ ഹദീസിനെ താരതമ്യം ചെയ്ത് പഠിപ്പിച്ചില്ലയോ? നിങ്ങൾക്ക് അവിടെ നന്മകളെ അധികരിപ്പിച്ചുകൊണ്ട് പാപങ്ങളെ പുറത്തു കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? നല്ല ജീവിതം കൊണ്ട്
ചിട്ടയായ ജീവിതങ്ങളെ കൊണ്ട് സ്വമേധയാ അല്ലാഹു പുറത്തു തരാമെന്ന് പറഞ്ഞില്ലയോ? രാവിന്റെ അവസാന 1/3 ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരാ ചോദിച്ചോ എന്ന് പറഞ്ഞില്ലയോ നമ്മളോട്? റമദാൻ എന്ന് പറയുന്നത് കഠിനമായ ചൂടിനെ അനുവർത്തിക്കുന്ന ഭാഷാപരമായ കരിച്ചു കളയുന്ന പ്രയോഗമാണെങ്കിൽ അതിന്റെ മതപരമായി ശറഈയായി പാപങ്ങളെ മുഴുവൻ കരിച്ചു കളയുന്ന സ്ഫുടം ചെയ്യുന്ന മഹത്തായ മാസമാണെന്ന് അല്ലാഹു തന്നിട്ടോ ഇനിയും പാപം നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ? ചോദിക്കാൻ തയ്യാറാകണേ, പറയാനുള്ള മനസ്സുണ്ടാവണേ. ഇനിയും ആവാം എന്ന് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ റമദാന് പോയില്ലേ ഇനി അടുത്ത റമദാനിനെ കാത്തിരിക്കാമെന്ന് പറയുന്നവരോട് അടുത്ത റമദാന് സമാഗതമായേക്കാ നമ്മളുണ്ടാകുമെന്നുള്ളതിൽ ഉറപ്പില്ല. ഇനി അഥവാ അല്ലാഹു ആയുസ് തന്നാൽ പോലും ആഫിയത്ത് ഉണ്ടാകുമോ എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഉപയോഗപ്പെടുത്താനാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന സൂറത്തിന് വ്യാഖ്യാനം പറയാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുമ്പോൾ ആരും നൽകാതെ അവസാനം മനോഹരമായ തഫ്സീർ കൊടുത്തുപോയി റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിനോടനുബന്ധിച്ചാണ് ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത് എങ്കിൽ മരണത്തോടടുക്കുമ്പോ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണമെന്ന് അല്ലാഹു പറയുകയാ. പറയാനുള്ള മനസ്സുണ്ടോ? ചോദിക്കാനുള്ള മനസ്സുണ്ടോ? അല്ലാഹു പുറത്തു തരുന്നവനാ. കുന്നോളം പാപം ചെയ്തവനും സമാധാനം നൽകുന്ന ആയത്തെന്ന് അവതീർണമായിട്ടുണ്ട് സ്വഹാബാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആയത്ത് ഏതാണെന്നറിയോ? ലാ തഖ്നതൂ മിർ റഹ്മത്തിൽ അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ അല്ലാഹു സന്നദ്ധനാണ്. ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവോട് പറയുമ്പോ ഇന്നല്ലാഹ യഫറഹു തൗബത അബ്ദി, അല്ലാഹു തന്റെ അടിമയോട് സന്തോഷമാണ്. എത്ര പദങ്ങളാണ് ഖുർആനിൽ! ഗഫൂറുർ റഹീമ, തവ്വാബുർ റഹീമ, ഏറെ പുറത്തു തരുന്ന കാരുണ്യവാനാ, പശ്ചാത്താപം സ്വീകരിക്കുന്ന കാരുണ്യവാനാ. പുറത്തു തരുന്നതിന്റെ കൂടെ റഹ്മത്തിനെ അല്ലാഹു പറഞ്ഞത് എന്തിനാണെന്നറിയോ? പ്രിയമുള്ളവരെ, ചെയ്ത തെറ്റ് അല്ലാഹുവോട് ഏറ്റു പറയുമ്പോ അതുകൊണ്ട് സന്തോഷിക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? അതുകൊണ്ടാണ് അവൻ റഹീമാണെന്ന് പറഞ്ഞത്. ഇനി ആ പാപങ്ങളെ അല്ലാഹു മായ്ച്ചു തരുന്നത് എങ്ങനെയാണെന്നറിയുമോ? അവൻ ആ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രൂപങ്ങളിലൂടെ പുറത്തു തരാൻ റബ്ബല്ലാതെ കഴിയൂല. ഏത് മനുഷ്യനോട് തെറ്റ് ചെയ്താലും മാപ്പ് തന്നു എന്ന് പറഞ്ഞാലും പിന്നീട് ഒരു പ്രശ്നമുണ്ടാകുമ്പോ പറയില്ലേ, പണ്ടും നീ ഇതുപോലെ പ്രവർത്തിച്ചവനാണെന്ന്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിലൂടെ പുറത്തു തരുന്നവർ. അതുകൊണ്ടല്ലേ അവൻ റഹീമായത്. പ്രിയമുള്ളവര്, ഇനിയോ ചെയ്തു പോയ തെറ്റോ തിന്മയാണ്, ആ തെറ്റ് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോ അത് മായ്ച്ചു തരുന്നു എന്ന് മാത്രമല്ല, പൊറുക്കലിനെ തേടുന്നതിന് കൂലി വരെ നൽകുന്നവന് അവനല്ലാതെ ആരാണ് റഹീമായി ബാക്കിയുള്ളത്? ആ റബ്ബിനോട് മനസ്സിരുത്തിയൊന്ന് പറയാ. അല്ലാഹു തആല രാവും പകലും സജ്ജമാണ്. പൊറുക്കലിനെ തേടാനുള്ള മനസ്സുണ്ടോ? രാവും പകലും സജ്ജമാണ് ഹൃദയത്തിലേക്കൊന്ന് ആഴ്ന്നിരിക്കാൻ. ഒരു ഉദാഹരണത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. സീറത്ത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കാണാം, റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാ. അള്ളാന്റെ ഹബീബിനോട് സലാം പറഞ്ഞിട്ട് പ്രവാചകനോട് സംസാരിക്കുമ്പോ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, ഒരാളെ ഇസ്ലാമിനെ പുൽകിയാൽ കഴിഞ്ഞു പോയ കാലങ്ങളിലെ പാപങ്ങള് പുറത്തു കിട്ടുമോ നബിയെ, പുറത്തു കിട്ടുമോ റസൂലേ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, തീർച്ചയായും. ആ മനുഷ്യന് ഇസ്ലാം സ്വീകരിച്ചിട്ട് ചോദിക്കുകയാ,
ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ചോദ്യം, അന്ത വക്ഷി, നീ വക്ഷിയാണോ? നീ വക്ഷിയാണോ? അറിയില്ലായിരുന്നു നബിയെ, അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അറിയില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ ചോദ്യം വരികയാണ്, കൈഫ ഖതൽത ഹംസ, നീ എങ്ങനെയാണ് എന്റെ ഹംസയെ കൊന്നതെന്ന് ചോദിക്കുമ്പോ വക്ഷി പറയാണ്, നേരിടാനുള്ള ധൈര്യമില്ലാതെ പാറക്ക് പിന്നിലൂടെ ഒളിച്ചിരുന്നു നബിയേ. എന്റെ മുമ്പിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വന്ന രംഗങ്ങളിലൂടെ അടിമത്തപ്പാളയത്തിന്റെ മോചനത്തിന് മനസ്സിൽ കണ്ടപ്പോ കയ്യിൽ കരുതിയ ചാട്ടുളി ഞാൻ വലിച്ചെറിയുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പതിക്കുന്ന രംഗം പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മുഖം തിരിച്ചിട്ട് പറഞ്ഞു, ഹൽ തസ്തതിഅൻ തഗീബ അന്നീ, പറ്റുമെങ്കിൽ എന്റെ മുമ്പിലൂടെ വരാതിരിക്കുമോ വക്ഷി? നിന്നോട് എനിക്ക് വെറുപ്പുണ്ടായത് കൊണ്ടല്ല, നിന്റെ മുഖം കാണുമ്പോ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരികയാ. അന്ന് നാട് വിട്ടതാണ് വക്ഷിയെങ്കിൽ പിന്നീട് വരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താ. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും വക്ഷിയാ. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നറിയോ? ഇന്ന് ഈ സദസ്സില് അതേ വക്ഷിയുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞു റളിയല്ലാഹു അൻഹു, വഹ്ശി സ്വഹാബിയാ, വഹ്ശി സ്വഹാബിയാ. ആ വഹ്ശിക്ക് പുറത്തു കൊടുക്കുന്ന അല്ലാഹുവിനോടാണ് പ്രിയമുള്ളവരെ നമുക്കും പറയാനുള്ളത്. ആ വഹ്ശിനെ കൊണ്ടത് ചെയ്യിപ്പിച്ച ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോ പറയണേ റളിയല്ലാഹു അൻഹാ. അവര് സ്വഹാബാ വനിതയാണ്. അവർക്ക് പുറത്തു കൊടുത്ത അല്ലാഹുവിനോടാ നമുക്കും പറയാനുള്ള. ഉഹുദിന്റെ സകലമാന പരാജയങ്ങൾക്ക് കാരണക്കാരനായി പ്രവർത്തിച്ച തന്ത്രജ്ഞനാരാണെന്നറിയുമോ? ആ മലക്ക് പിന്നിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് തന്ത്രം മെനഞ്ഞ ശത്രുക്കളുടെ സൈന്യാധിപനുണ്ട്, ഖാലിദ് ഇബ്നു വലീദ്. പിന്നീട് മുസ്ലിംകളുടെ പടത്തലവനാ. പട നയിച്ച ഒരു യുദ്ധത്തിൽ പോലും പരാജയം കണ്ടിട്ടില്ല. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദാ. തൊട്ടപ്പുറത്ത് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാ. റസൂലുള്ളാഹിന്റെ പുണ്യഭൂമേനി വരെ രക്തത്തിലൂടെ കുളിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളോ, അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട സ്വഹാബത്തിന്റെ സാഹചര്യങ്ങളോ, ജനാദ പോലും കഫൻ ചെയ്യാൻ തുണിയെത്താതെ പുല്ല് വെട്ടിക്കൊണ്ട് വാ സ്വഹാബ, മിസ്അബിന്റെ കാൽഭാഗം ഞാനൊന്ന് കഫൻ ചെയ്യട്ടെ എന്ന് അള്ളാഹന്റെ റസൂല് പറഞ്ഞ ദിവസമാണെങ്കിൽ മുഴുവൻ സ്വഹാബത്തിനും ഓരോ ഖബർ കുഴിക്കാൻ കഴിയണില്ല. ഒന്നിച്ച് ഖബർ കുഴിക്കുമ്പോ കൂടുതൽ ഖുർആനുള്ളവരെ ഖിബലയുടെ ഭാഗത്തേക്ക് ആദ്യം കിടത്തണേ സ്വഹാബ എന്ന് വരെ റസൂലുള്ള പറഞ്ഞ ദിവസമാണെങ്കിലോ ആ തന്ത്രം മെനഞ്ഞ ഖാലിദ് ഇബ്നു വലീദിന്റെ പേര് കേൾക്കുമ്പോ പറയണേ റളിയല്ലാഹു അൻഹു. പിന്നീട് ഇസ്ലാമിന്റെ പടത്തലവനാ, ഒരുപാട് ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുത്ത സ്വഹാബിയാ. അവർക്കൊക്കെ പുറത്തു കൊടുത്ത അല്ലാഹുവിനോടാ പ്രിയമുള്ളവരെ നമുക്കും പറയാനുള്ളത്. ഇത്ര കാരുണ്യവാനായ റബ്ബ്, എന്നിട്ടും റമദാന് കഴിഞ്ഞിട്ടും പാപം നമ്മളിൽ ബാക്കിയുണ്ടോ? ഉണ്ടാവരുത് പ്രിയമുള്ളവരെ. എഴുതി വെച്ച് പറഞ്ഞാലും വേണ്ടില്ല, ഒരു പേപ്പറിൽ എഴുതി വെച്ച് രാവിൻ്റെ അന്ത്യയാമങ്ങൾ അല്ലാഹുവിനോട് വിട്ടുപോവാതിരിക്കാൻ പറഞ്ഞാലും വേണ്ടില്ല. ശുദ്ധമാവണം. റമദാന് കഴിയുന്നതോടുകൂടെ ഉള്ള മണിക്കൂറുകളില്ലേ, കുറച്ച് സമയങ്ങളില്ലേ, 2 ദിവസങ്ങൾക്കധികം കിട്ടൂലേ? ഇൻഷാ അല്ലാ ഒരു തീരുമാനത്തോടു കൂടെ അല്ലാതെ ഇവിടെ നമ്മൾ കടന്നു പോകരുത്. ചെയ്ത തെറ്റുകളിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് വിട്ടു നിൽക്കുക. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കില്ല എന്നുള്ള കുറ്റബോധത്തോടെ, തിന്മകളിൽ ഖേദമുണ്ടായി ഇനി മനുഷ്യരോടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യൻ പുറത്തു തരാതെ അള്ളാഹു പുറത്തു തരൂല കേട്ടോ. മനുഷ്യൻ പുറത്തു തരാതെ അള്ളാഹു പുറത്തു തരൂല. ഹൃദയം കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിലൊക്കെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അന്യൻ്റെ ഏതെങ്കിലും നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാതെ, അല്ലെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പൊരുത്തം ചോദിക്കാതെ അള്ളാഹു പുറത്ത്, ഷഹീദിന് വരെ അള്ളാഹ് പുറത്തു കൊടുക്കില്ലെന്ന് കുറച്ച് ഗൗരവം തന്നെയാണ്. നമ്മളൊക്കെ താൽക്കാലിക ദുനിയാവിൻ്റെ ലാഭത്തിന് വേണ്ടി, ജയിക്കാൻ വേണ്ടി നുണയത്ര പറഞ്ഞിട്ടുണ്ടാവും, ഒരാളെ മനസ്സെത്ര വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ മരിക്കണ നേരത്തെ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ, വീടിൻ്റെ സിറ്റ് ഔട്ടിൽ മയ്യത്ത് ഇങ്ങനെ
ഇറക്കി വെക്കുമ്പോൾ പറയും, വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇടപെട്ടവർ മുഴുവൻ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവർക്ക് അവിടെ നിന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് ആ സമയം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പറയും, സാമ്പത്തിക ഇടപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ആളെ ഏറ്റെടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരാളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല. ഏറ്റെടുത്ത ആള് കൊടുത്തു വീട്ടുന്ന സമയത്തിലല്ലാതെ. വളരെ ഗൗരവാൻ. മയ്യത്ത് നിസ്കരിക്കാൻ മുന്നിൽ വന്ന റസൂല് ചോദിച്ചു, ഹൽ ദല്ല അല സ്വാഹിബിക്കും ദൈന, കൂട്ടുകാരന് കടമുണ്ടോ? ചെറിയൊരു കടം വെച്ചകാലം പുറകോട്ട് വെച്ച റസൂൽ തൻ്റെ വാക്ക്, സല്ലു അല സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ തന്നെ നിസ്കരിച്ചോളാം, ഞാനില്ല സഹാബ. റസൂല് പുറകോട്ട് മാറുമ്പോൾ ഖത്താദ റളിയല്ലാഹു കൈകൊണ്ട് തടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ, നിൻ്റെ മേലാണ് ബാധ്യത. അടുത്ത ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, ഖത്താദ നീ കടം വീട്ടിയോ? അത് മാതാംസി, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ നബിയെ. അള്ളാൻ്റെ ഹബീബ് വീണ്ടും ആവർത്തിച്ചു, സൂക്ഷിക്കണേ. അടുത്ത നേരം കണ്ടപ്പോൾ വീണ്ടും ചോദിച്ചു, ഖത്താദ കടം വീട്ടിയോ? ഞാനത് വീട്ടിയ റസൂലേ. അപ്പം പറഞ്ഞ വാക്കാണ് നമ്മളുടെ ഹൃദയത്തിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്, അൽ ആന ബറദത്ത് ജുലൂദുഹു, ഇപ്പോഴാണ് ആ മനുഷ്യൻ്റെ തൊലി ഖബറിൽ തണുത്തുപോയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാക്ക് കോടിക്കണക്കിന് ആസ്തിയുണ്ട്, കടം വളരെ കുറച്ചേ ഉള്ളൂ, മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ മക്കൾ പറയാ, വിറ്റാലേ ഇപ്പം നമ്മൾ ആവശ്യക്കാരാന്ന് അറിയണോണ്ട് വിലയൊന്നും കിട്ടൂല എന്ന് പറയുമ്പോൾ അതുവരെ വാപ്പ ഖബറിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മറ്റുള്ളവരോട് പൊരുത്തപ്പെടിക്കാൻ കൊടുക്കാനുള്ളതോ പൊരുത്തപ്പെടിക്കാനുള്ളതോ ഹൃദയത്തെ കുത്തി നോവിച്ചതോ മർദ്ദിച്ചതോ എന്ത് വിഷയങ്ങളാണെങ്കിലും സാഹോദര്യ ബന്ധങ്ങളിൽ തലക്ക് മേലെ പോലും ഇബാദത്ത് ഉയർത്തപ്പെടാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ടല്ലാതെ അള്ളാഹു പുറത്തു തരൂല. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളെ അതിനുള്ള സജ്ജമാക്കിയെടുത്ത് നല്ല പരിശുദ്ധതയോടെ റമദാനിൽ നിന്നിറങ്ങി അതിൻ്റെ ആത്മചൈതന്യത്തോടെ ഇനിയുള്ള ജീവിതം ഇതിൻ്റെ നിഴലിലൂടെ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. ഒക്കെ റെഡിയായി. ഞാൻ റമദാനിൽ എന്തൊക്കെ ചെയ്തു എന്ന് സന്ധിപ്പെടാനല്ല കേട്ടോ. റസൂലുള്ളാഹിൻ്റെ സ്വഹാബ റമദാൻ കഴിഞ്ഞാൽ 5-6 മാസം തുടർച്ചയായി പ്രാർത്ഥിക്കുന്നത് ആ റമദാനിലെ അമല് കബൂൽ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, ആ റമദാനിലെ അമല് സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മനസ്സ് നമ്മളിലും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവെ, കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകളാക്കി മാറ്റില്ല അല്ലാ. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. റമദാനിലെ ഇബാദത്തുകളെ, അതിൻ്റെ നോമ്പും അതിൻ്റെ ഖിയാമകളും അതിൻ്റെ ഖിറാഅത്തുകളും അള്ളാഹു കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين المجاهدين في عزة وفي رفاه. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.